മഹദിയാകുന്ന ഫാത്തിമ. ആരാ ഫാത്തിമ ബീബി എന്നറിയില്ലേ? അള്ളാന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞവല്ലോ, ഫാത്തിമത്തു ഖിത്ഉഅത്തു ഖബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഫാത്തിമ, ഉമ്മയില്ലാതെ ഉമ്മാടെ സ്നേഹവും ഉമ്മാടെ ലാലനുമായി മുത്ത് റസൂലുള്ളാഹി വളർത്തിക്കൊണ്ടുവന്ന മോളെ മഹദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിയുകയാ. ആദ്യ രാത്രിയിലേക്ക് റൂമിലേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങള് തഥാ ഫാത്തിമ ബീബിയുടെ റൂമിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, അവിടെ അതാ ഒരു തേങ്ങി തേങ്ങി കരച്ചിലിങ്ങനെ കേൾക്കുകയാ. അലിയാര് തങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ ഫാത്തിമ കരയുകയാ. ഫാത്തിമ ബീബി കരയുകയാണ്. അവിടെ നിന്ന് ഫാത്തിമ ബീബിയോട് സയ്യിദുനാ അലിയാര് തങ്ങൾ ചോദിച്ചു, എത്ര ഫാത്തിമ, എന്തേ ഫാത്തിമ നീ ഇങ്ങനെ വാവിട്ടുകൊണ്ട് കരയുന്നത്? ഫാത്തിമ, അലിയെ ഇഷ്ടമില്ലേ ഫാത്തിമ? ഈ അലി വിവാഹം കഴിച്ചത്, അലിയാരി വിവാഹം കഴിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? ഫാത്തിമ ബീബി അവിടെ നിന്ന് പറയുന്നു, അലിയേ, അലിയേ, അങ്ങ് ഇഷ്ടപ്പെടാത്തവര്, അങ്ങ് ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ ഈ മദീനത്തിൽ ഉണ്ടാകുമോ അലിയേ? അങ്ങൊരു യോദ്ധാവാണല്ലോ അലിയേ, അങ്ങൊരു യോദ്ധാവാണല്ലോ അലിയേ. അതുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മദീനയിൽ ഉണ്ടാവില്ലല്ലോ അലിയേ. അങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അലിയേ. പിന്നെന്തേ ഫാത്തിമ, പിന്നെന്തേ ഫാത്തിമ നീ ഇങ്ങനെ കരയുന്നത്? അവിടെ നിന്ന് പറയുകയാണ്, അലിയേ, ഈ റൂമിലേക്ക് കടന്നു വന്ന് കുറ്റിയിട്ടപ്പോ, വിളക്കങ്ങ് അണച്ചപ്പോ റൂം ഫുള്ള് ഇരുളായല്ലോ അലിയേ. ഈ ഇരുട്ട് വന്നപ്പോ ആകുന്ന ആരുടെ മണ്ണാകുന്ന ഖബർ എനിക്ക് ഓർമ്മ വന്നു പോയി അലിയേ. അതുകൊണ്ട് ഇതല്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അലിയേ, അതുകൊണ്ട് ഇതല്ല നമ്മുടെ ആദിരാത്രി അലിയേ. നമ്മുടെ ആദിരാത്രി അത് ഖബറിലെ ആദിരാത്രിയാണ് അലിയേ. അതുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്, അവിടെ നിന്ന് ഖുർആൻ ഓതുകയാ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീബിയുടെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകുകയാ. അവസാന വഫാത്തിന്റെ സമയമെത്തുമ്പോ ഫാത്തിമ ബീബി അലിയാർ തങ്ങളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി അവിടുന്ന് പറയുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അലിയേ, ഫാത്തിമയുടെ മയ്യത്തങ്ങ് നിസ്കരിക്കണേ അലിയേ, ഫാത്തിമയുടെ മയ്യത്തങ്ങ് നിസ്കരിക്കണേ അലിയേ. ഫാത്തിമ എങ്ങാനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാ ഫാത്തിമയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അങ്ങാണ് അലിയേ. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ആദ്യ രാത്രി കഴിഞ്ഞിട്ട് അവിടുന്ന് വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലിയാർ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി പറയുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാ ഫാത്തിമാന്റെ ജനാസ അങ്ങ് കുളിപ്പിക്കണേ അലിയേ, ഫാത്തിമാക്ക് വേണ്ടി അങ്ങ് മയ്യത്ത് നിസ്കരിക്കണേ അലിയേ എന്നവിടുന്ന് ഫാത്തിമ ബീബി അലിയാർ തങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഫാത്തിമ, അങ്ങനെ പറയല്ലേ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയത്ത് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അടുത്തേക്ക് തന്റെ മോളാകുന്ന ഫാത്തിമാനെ വിളിക്കാണ്. ഫാത്തിമ, കരയല്ലേ ഫാത്തിമ, കരയല്ലേ ഫാത്തിമ. ഫാത്തിമ ബീബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. മുത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത് അടുത്തിരിക്കുകയല്ലേ.
ആ സമയത്ത് മുത്തു റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഫാത്തിമാനെ വിളിക്കുന്നു, മോളെ ഉപ്പച്ചിയുടെ അടുത്തേക്ക് വരൂ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അവിടുന്ന് തന്റെ മോൾക്കൊരു ഉപദേശം കൊടുക്കുന്നു. മോളെ, ഉപ്പച്ചിയുടെ തങ്കക്കുടമാകുന്ന ഫാത്തിമ, അങ്ങ് കരയല്ലേ മോളെ, അങ്ങ് കരയല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെവിയിൽ ഒരു രഹസ്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി, അതുവരെ കരഞ്ഞ ഫാത്തിമ ബീബി പെട്ടെന്നങ്ങ് പുഞ്ചിരിക്കുകയാ. പെട്ടെന്ന് കരഞ്ഞ വ്യക്തിയാകുന്ന ഫാത്തിമ ബീബി പെട്ടെന്നങ്ങ് പുഞ്ചിരിക്കുകയാ. ആ സമയത്ത് മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിച്ചത്രേ, ഫാത്തിമ, മുത്ത് റസൂലുള്ള പറഞ്ഞ ആ ഉപദേശം എന്താ? മുത്ത് റസൂലുള്ള പറഞ്ഞ രഹസ്യം എന്താണ് ഫാത്തിമ? ഫാത്തിമ ബീബി പറയാണ്, രഹസ്യമല്ലേ, അത് ഞാൻ പറഞ്ഞു കൊടുക്കൂല. അതുകൊണ്ട് നമ്മളോട് ഒരാൾ ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാ ആ രഹസ്യം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരന്മാരെ, നമ്മുടെ കൂട്ടുകാരന്മാര് വന്നിട്ട് അവന്റെ ഓരോരോ രഹസ്യങ്ങളും നമ്മളോട് പങ്കുവെക്കുമ്പോ അത് നമ്മുടെ മനസ്സിൽ മാത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അവിടുന്ന് ഫാത്തിമ ബീവിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. ഫാത്തിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? ഫാത്തിമ, ഉപ്പാടെ വഫാത്തിന് ശേഷം ഈ കുടുംബത്തിൽ നിന്ന് പിന്നെ ഉപ്പയിലേക്ക് ഏറ്റവും അടുത്തത് നീയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം എന്താ? ഫാത്തിമ, ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് നീയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് കേട്ടപ്പോ ഫാത്തിമ ബീബി, അതുവരെ കരഞ്ഞ ഫാത്തിമ ബീബി പെട്ടെന്നങ്ങ് പുഞ്ചിരിച്ചു പോയി. അല്ലാഹുവേ, അത്രയും മഹദിമാളിൽ ഞങ്ങളുടെ ഉമ്മമാരെ, സഹോദരിമാരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീബി ചോദിച്ചു, മുത്ത് റസൂലുള്ള പറഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരോ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീബി പറഞ്ഞത്രേ, പറ്റൂല, പറയൂല, നിന്റെ റസൂലുള്ള എന്നോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ കൂട്ടുകാരോ നമ്മളെ സഹോദരിമാരോ ആരെങ്കിലും നമ്മളോട് ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത രഹസ്യം, തന്റെ മോളാകുന്ന ഫാത്തിമാക്ക് പറഞ്ഞു കൊടുത്ത രഹസ്യം തന്റെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോ എന്തായില്ല, ആയിഷ ബീബിക്ക് പറഞ്ഞു കൊടുത്തില്ല. അതൊക്കെ ഒരു മാതൃകയാണ്. അവരൊക്കെ ഫോളോ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഫാത്തിമയുടെ ജനാസ അങ്ങ് കുളിപ്പിക്കണേ അലിയേ, ഫാത്തിമയുടെ മയ്യത്തും അങ്ങ് നിസ്കരിക്കണേ അലിയേ. പണ്ടത്തെ കാലത്തൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇന്നത്തെ പോലത്തുള്ള മയ്യത്ത് കെട്ടിലായിരുന്നില്ല, ശരീരമൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു മയ്യത്ത് കെട്ടിലായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറയാണ്, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അങ്ങ് മയ്യത്ത് കുളിപ്പിക്കണം, അങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം. 4 ആളുകളെ എന്റെ മയ്യത്ത് ചുമക്കാൻ പാടുള്ളൂ. ഒന്ന് മഹാനായ സയ്യിദുന അലിയാർ തങ്ങൾ, 2 അവിടുത്തെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, 3 4 അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഫാത്തിമ ബീബി പറയാണ്, അസ്മാ റളിയല്ലാഹു കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്താ നിന്റെ വിഷമം എന്താ? ഇവിടത്തേക്ക് കണ്ടില്ലേ, മയ്യത്ത് കൊണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് എന്റെ ശരീരം എന്റെ പുതുമണവാളനാകുന്ന അലിയല്ലാതെ വേറെ ആരും എന്റെ ശരീരത്തിന്റെ വണ്ണമോ രൂപമോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ മരിച്ചു പോകുമ്പോഴും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമോ വണ്ണമോ ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറഞ്ഞു, എത്യോപ്യയിലെ മയ്യത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയുമോ ഫാത്തിമ? ഒരു പെട്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മോളെ.
അതുകൊണ്ട് എത്യോപ്യയിൽ നിന്ന് ഞാൻ എനിക്കൊരു പെട്ടി കൊണ്ടുവന്ന് തരാ എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി അവിടെന്ന് വസിയത്ത് ചെയ്യുന്നു, അലിയേ ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഫാത്തിമയുടെ ജനാസ ആരാരുമില്ലാത്ത സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പാതിരാത്തുടെ നിശബ്ദതയില് ഫാത്തിമയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അവിടുന്നതാ ജനാസ കൊണ്ടുപോകുകയാ, ജന്നത്തുൽ ബഖീലേക്ക് ജനാസ കൊണ്ടുപോകുകയാ. വലതു ഭാഗത്ത് മഹാനായ സയ്യിദുനാ അലിയാര് തങ്ങളുണ്ട്, ഇടതു ഭാഗത്തതാ അബൂദറിൽ ഗഫാരി തങ്ങളുണ്ട്, ബാക്ക് വശത്തതാ സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുണ്ട്. അവരും കൂടിയിട്ട് ഫാത്തിമ ബീബിയുടെ ജനാസ അല്ലാഹുവേ ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോകുകയാ. അവിടെ ഖബറിന്റെ ചാരത്തെത്തിയപ്പോ അബൂദറിൽ ഗഫാരി തങ്ങള് ഖബറിനോടൊരു വഅള് പറഞ്ഞു കൊടുക്കുകയോ, ഖബറേ അത്തദ്രീ മനില്ലതീ ജിഅനാ ബിആയിലേക്ക്. ഖബറേ നിന്റെ വയറ്റകത്ത് ഞങ്ങൾ ഇറക്കി വെക്കുന്ന ജനാസ, നിന്റെ വയറ്റിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്ന ജനാസ, അത് ആരുടെ ജനാസ എന്നറിയുവോ? ഖബറേ സാധാരണ ഒരു വ്യക്തിയല്ല ഖബറേ. ഖബർ അവിടെ നിന്നും മിണ്ടുന്നില്ല. അബൂദറിൽ ഗഫാരി തങ്ങൾ വീണ്ടും ഖബറിനോട് വഅള് പറഞ്ഞു കൊടുക്കുന്നു, ഖബറേ നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്ന ജനാസ, അത് ആരുടെ ജനാസ എന്നറിയുവോ? ഖബർ അവിടെ നിന്ന് മിണ്ടുന്നില്ല ഉമ്മ, ഖബർ അവിടെ നിന്ന് മിണ്ടുന്നില്ല വാപ്പാ. അവിടെ നിന്ന് ഖബറിനോട് വീണ്ടും പറയുന്നു, ഖബറേ നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്ന ജനാസ, ആരുടെ ജനാസ എന്നറിയുവോ? ഖബറേ ഹാദാ ബിന്തു റസൂലില്ലാഹ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമയുടെ ജനാസയാണ് ഖബറേ നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്നത്. ഖബർ അവിടുന്ന് അപ്പോഴും മിണ്ടുന്നില്ല. വീണ്ടും അവിടുന്ന് ഖബറിനോട് വഅള് പറഞ്ഞു കൊടുക്കുകയോ, ഖബറേ ഇത് മുത്തു റസൂലുള്ളാഹിയുടെ മോളാണെന്നു മാത്രമല്ല, വസൗജത്തു അലിയിൻ മഹാനായ സയ്യിദുനാ അലിയാര് തങ്ങളുണ്ടല്ലോ, ആ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ് ഖബറേ. ഖബർ അവിടുന്ന് വീണ്ടും മിണ്ടുന്നില്ല. ഖബർ ഇങ്ങനെ നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുകയാ. അവിടുന്ന് മൂന്നാമതായി പറയുന്നു, ഖബറേ ഖബറേ നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്ന ജനാസ, ആരുടെ ജനാസ എന്നറിയോ? വ ഉമ്മു ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയാണ് ഖബറേ. ഖബർ അവിടുന്ന് മിണ്ടുന്നില്ല. അബൂദറുൽ ഗഫാരി തങ്ങൾ അവിടുന്ന് വഅള് നിർത്തുകയാണ്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു അശ്ലീലം ഇങ്ങനെ കേൾക്കുകയാ. ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നു, തങ്ങളെ ഇവിടെ മുത്തു റസൂലുള്ളാഹിന്റെ മോളാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ഇവിടെ അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ഹസൻ ഹുസൈൻ തങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞത് കൊണ്ടോ ഈ ഖബറിൽ രക്ഷയില്ല തങ്ങളെ. ഖബർ അവിടെന്ന് പറയുകയാണ്, നല്ല നല്ല അമലുകൾ ചെയ്തു പോയിട്ടുണ്ടോ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, ആ ഖബറിൽ രക്ഷപ്പെട്ടു പോയി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ